മക്കളെ, ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിൻ്റെ ടോമി ഓർ മേം എന്ന പോയത്തി റായുടെ ഒരു ചിത്ര കഹാനിയാണ് പഠിക്കുന്നത്. വളരെ മനോഹരമായ ഒരു കഥയാണിത്. നിങ്ങൾ ക്ലാസ് ഫുള്ളായിട്ട് കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം. നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ ഹിന്ദി വിന്നറിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. പ്ലേലിസ്റ്റിൽ കയറിയാൽ നിങ്ങൾ എല്ലാ ചാപ്റ്ററുകളും ഇവിടെ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ബുക്ക് മാറിയ സമയം മുതലേ നമ്മൾ എടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ക്ലാസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ക്ലാസ് നോക്കാം. ടോമി ഓർ മേം എന്നാണ് നിങ്ങളുടെ ചാപ്റ്ററിൻ്റെ പേര്. എന്താണ്? ടോമി ഓർ മേം. ടോമിയും ഞാനും. എന്താണ്? ടോമിയും ഞാനും എന്നാണ് പേര്. മേം നീന്തൂഹും. ഇവിടെ ഒരു പിക്ചർ നിങ്ങൾ കണ്ടോ? ഇവിടെ ഒരു കുട്ടിയുടെ ചിത്രം ഉണ്ടല്ലേ. ഈ കുട്ടിയുടെ പേരെന്താണ്? നീതു. എന്താണ് പേര്? നീതു. മേം നീതുഹും. എന്താണ് ഈ കുട്ടി പറയുന്നത്? മേം നീതുഹും എന്നാണ് ഈ കുട്ടി പറയണത്. അപ്പം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പേരെങ്ങനെ പറയും? നിങ്ങളുടെ പേരെന്താണോ അത് ഇങ്ങനെ നടുക്കിൽ പറയാ. മേം ആദ്യം പറയാ, ലാസ്റ്റ് ഹും പറയാ. അപ്പം എങ്ങനെ പറയും? മേം. നിങ്ങളുടെ പേരെന്താണ്? ആദിത്യൻ എന്നാണെങ്കിൽ മേം ആദിത്യൻഹും. മേം ആദിത്യൻഹും എന്ന് പറയാം. നിങ്ങളുടെ പേര് ഉമ എന്നാണെങ്കിൽ മേ ഉമാഹും. നീതു എന്നാണെങ്കിൽ മേ നീതുഹും. അനന്യ എന്നാണെങ്കിൽ മേം അനന്യാഹും. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങളുടെ പേര് പറയാം. ഇനി നമുക്ക് നോക്കാം. വഹ് സർദിയോം കി രാത്രി. അത് നല്ല തണുപ്പുള്ളൊരു രാത്രിയായിട്ട് കണ്ട തണുത്തിട്ട് ഇങ്ങനെ വിറച്ച് മൂടി പൊതച്ച് കിടക്കുകയാണ്. ആര്? നമ്മുടെ നീതു. എന്താണ് കഥയിലെ കഥാപാത്രത്തിൻ്റെ പേരെന്താണ്? നീതു ആണ് അല്ലേ. എന്താണ് പേര്? നീതു ആണ് ഈ കഥാപാത്രത്തിൻ്റെ പേര്. നീതു എന്ത് ചെയ്യാണ്? നല്ല തണുപ്പുള്ള രാത്രി ആയതുകൊണ്ട് മൂടി പൊതച്ച് ഇങ്ങനെ കിടക്കുകയാണ്. വഹ് സർദിയോം കി രാത്രി. അത് നല്ല തണുപ്പുള്ള രാത്രിയായിരുന്നു. സർദി പറഞ്ഞ തണുപ്പ്, രാത്രി ദി ആയിരുന്നു. വഹ് അത് നല്ല തണുപ്പുള്ള രാത്രിയായിരുന്നു. ആ നല്ല തണുപ്പുള്ള രാത്രിയിൽ എന്താ ഉണ്ടായത്? അവൾ കിടക്കുന്ന സമയത്ത് അവിടേക്ക് ഇങ്ങനെ ഒരു പട്ടിക്കുട്ടിയുടെ സൗണ്ട് ഇങ്ങനെ കേൾക്കുകയാണ് അല്ലേ. കണ്ടോ? പട്ടിക്കുട്ടിയുടെ സൗണ്ട് കേട്ടപ്പോൾ അവൾ ജനൽ തുറന്നു നോക്കിയപ്പോൾ എന്താ കണ്ടത്? അവൾ ജനൽ തുറന്നിട്ട് അതാ രാത്രി നല്ല തണുപ്പുള്ളതുകൊണ്ട് തണുപ്പ് മാറാനുള്ള ഡ്രസ്സൊക്കെയാണ് ഇട്ടത് അല്ലേ. എന്നിട്ടൊരു വെളിച്ചം ടോർച്ചുമായിട്ട് വന്നു നോക്കിയപ്പോൾ ഒരു പട്ടിക്കുട്ടി ഇങ്ങനെ കിടക്കുന്നത് കാണുന്നു. അപ്പോൾ അവൾ എന്ത് ചെയ്യുന്നു? ആ പട്ടിക്കുട്ടിയെ നല്ല ഒരു ബോക്സിലാക്കിയിട്ട് അവിടെ കൊണ്ടുവന്ന് വെക്കുന്നു. അതിന് കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം കൊടുക്കുന്നു. ഒക്കെ ചിത്രത്തിലുള്ള കാര്യമാണ് അല്ലേ. എന്നിട്ട് അവൾ അതിനെ കൊണ്ടുവന്ന് അവൾ കിടക്കുന്ന സ്ഥലത്ത് ആ മേശയ്ക്ക് മുകളിൽ ഇങ്ങനെ വെക്കുകയാണ്. ചെറിയ കുഞ്ഞു കുട്ടിയാണ്. അപ്പോൾ അതിനെ അവളുടെ അരികിൽ തന്നെ കൊണ്ടുവന്ന് വെക്കുന്നു. ഉസേ ചായക്കെ സാത്ത് ബിസ്ക്കറ്റ് ഖാന ബഹുത്ത് പസന്ത. അതായത് ഈ പട്ടിക്കുട്ടിക്ക് ചായക്കെ സാത്ത് ചായയോടൊപ്പം ബിസ്ക്കറ്റ് ഖാന ബിസ്ക്കറ്റ് കഴിക്കാൻ ബഹുത്ത് പസന്തത വളരെ ഇഷ്ടമായിരുന്നു. ആ പട്ടിക്കുട്ടിക്ക് നല്ല ഇഷ്ടമാണ് എന്ത്? ചായൻ്റെ കൂടെ ബിസ്ക്കറ്റ് കഴിക്കാൻ നല്ല ഇഷ്ടാട്ടോ. കണ്ടോ? ചായൻ്റെ കൂടെ ബിസ്ക്കറ്റ് കഴിക്കണ കണ്ടോ? നല്ല രസമുണ്ട് പട്ടിക്കുഞ്ഞിനെ കാണാൻ അല്ലേ. ഈ പട്ടിക്കുഞ്ഞ് എന്താ ചെയ്യുന്നത്? ചായയുടെ കൂടെ ബിസ്ക്കറ്റ് കഴിക്കുകയാണ് ചെയ്യുന്നത്. ഓർ മേരേ സാത്ത് ഗേൽന. പിന്നെന്താണ്? മേരേ സാത്ത് പറഞ്ഞ ആരാണ്? എൻ്റെ കൂടെ എന്നാ പറയുന്നത്. ആരുടെ കൂടെയാണ്? നീതുവിൻ്റെ കൂടെ അല്ലേ. നീതുവിൻ്റെ കൂടെ കളിക്കുക. പിന്നെ ഈ പട്ടിക്കുട്ടിക്ക് ഇഷ്ടമുള്ള കാര്യം എന്താണ്? നീതുവിൻ്റെ കൂടെ കളിക്കാൻ ഇഷ്ടമാണ്. ചായൻ്റെ കൂടെ ബിസ്ക്കറ്റ് കഴിക്കാൻ ഇഷ്ടമാണ്. പിന്നെ എന്താ ഇഷ്ടമുള്ള കാര്യം? പങ്കേക്കെ നീച്ചേ സോന. ഫാനിൻ്റെ ചോട്ടിൽ ഇങ്ങനെ ഉറങ്ങുക. മലർന്ന് കിടന്ന് ഉറങ്ങണ നോക്കിയാ കണ്ടാ. അപ്പം എന്താണ് അതിന് ഇഷ്ടമുള്ളത്? പങ്കേക്കെ നീച്ചേ സോന. ഫാന് താഴെ കിടന്നിങ്ങനെ ഉറങ്ങുക. അത് നല്ല ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഇഷ്ടമാണ് പഠിച്ചത്? ഒന്ന് ചായയോടൊപ്പം ബിസ്ക്കറ്റ് കഴിക്കാൻ ഇഷ്ടമാണ്. എന്താണ്? നീതുവിൻ്റെ കൂടെ കളിക്കാൻ ഇഷ്ടമാണ്. മൂന്നാമത്തെ എന്താണ്? ഫാനിൻ്റെ താഴെ കിടന്നിങ്ങനെ ഉറങ്ങാൻ നല്ല ഇഷ്ടമാണ്. കിതാബ് പഠന. അത് മാത്രമല്ല പിന്നെന്താണ്? പുസ്തകം വായിക്കുക. നല്ല രസമുണ്ട് പുസ്തകം വായിക്കാനാണ്. കണ്ടോ? കടിച്ച് കീറി നശൂലാക്കി വെച്ചിട്ടുണ്ടല്ലേ. ഇതാണ് എന്ത്? പുസ്തക വായന. അപ്പം എന്താണ് നമ്മുടെ പട്ടിക്കുഞ്ഞിന് പിന്നീട് ഇഷ്ടമുള്ള കാര്യം എന്താണ്? കിതാബ് പഠന, പുസ്തകം വായിക്കുക.
പുസ്തകം വായിക്കാനാണ് പിന്നെ ഇഷ്ടമുള്ള കാര്യം അല്ലേ. പിന്നീട് നമ്മുടെ നീതു സ്കൂളിലേക്ക് പോവുകയാണ്. സ്കൂളിലേക്ക് പോകുന്ന നീതു ടാറ്റ കൊടുത്ത് പോവുകയാണ്. അപ്പം എന്താണ്, ഉസേ മേരെ ബാഹർ ജാന ബിൽക്കുൽ അച്ഛാ നഹി ലഗ്താ. ഞാൻ പുറത്തേക്ക് പോകുന്നത് അവന് തീരെ ഇഷ്ടമായിരുന്നില്ല. അതുകൊണ്ടോ വലിയ സന്തോഷമൊന്നുമില്ല, മുഖമൊക്കെ നോക്കിയാൽ സന്തോഷമില്ലാതെ നിൽക്കണുണ്ടോ. അപ്പം ഈ നീതു പുറത്തേക്ക് പോകുന്നത് ആർക്കും ഇഷ്ടമില്ല, പട്ടിക്കുട്ടിക്ക് തീരെ ഇഷ്ടമല്ല. നീതു പുറത്തേക്ക് പോകുന്നത് ഇഷ്ടമല്ല. എന്താണ് കാരണം, നീതുവിൻ്റെ കൂടെ കളിക്കണം അല്ലേ. മേരെ ഉസ്സേ മേരാ ബാഹർ ജാന, ഉസ്സേ അവന്, മേരാ ബാഹർ ജാന ഞാൻ പുറത്തേക്ക് പോകുന്നത്, ബിൽക്കുൽ അച്ഛാ നഹി ലഗ്താ അത് തികച്ചും ഇഷ്ടമായിരുന്നില്ല. ഹം ജബ് സാത്ത് ഹോത്തെ തോ ബഹുത്ത് ഖുശ് രഹത്തെ. ഞങ്ങളെപ്പോഴാണോ അങ്ങനെ ഒന്നിച്ച് ഇരിക്കുന്നത്, ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും ഒന്നിച്ച് നിൽക്കുന്ന സമയമുണ്ടല്ലോ, ആ ഒന്നിച്ച് നിൽക്കുമ്പോൾ അവനെന്താണ്, ഖുശ് രഹത്തെ നല്ല സന്തോഷത്തിലിരിക്കും. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചിരിക്കുന്ന സമയത്ത് കണ്ടോ, ഈ പട്ടിക്കുട്ടിക്ക് നല്ല സന്തോഷമാണ്. നീതുവിൻ്റെ കൂടെ അങ്ങനെ എപ്പോഴും നിൽക്കാനാണ് സന്തോഷം. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചിരിക്കുന്ന സമയമാണ് ആർക്കിഷ്ടമുള്ളത്, ഈ പട്ടിക്കുഞ്ഞിന് കൂടുതൽ ഇഷ്ടമുള്ളത് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം നമുക്കത് ഒന്നുകൂടെ വായിച്ച് നോക്കാം. വായന നിങ്ങൾ ശ്രദ്ധിക്കണം, നന്നായിട്ട് വായിച്ച് പഠിക്കണം. അക്ഷരം തെറ്റാതെ, ചിഹ്നങ്ങൾ തെറ്റാതെ നിങ്ങൾ നന്നായിട്ട് വായിച്ച് പഠിക്കുക. നമ്മുടെ കഥാപാത്രത്തിൻ്റെ പേരെന്തായിരുന്നു, നീതു എന്നായിരുന്നു കഥാപാത്രത്തിൻ്റെ പേരില്ലേ. അപ്പോൾ നമ്മുടെ പട്ടിക്കുഞ്ഞിന് എന്തൊക്കെയായിരുന്നു ഇഷ്ടമുള്ളത്, ചായക്ക് സാത്ത് ബിസ്ക്കറ്റ് ഖാന, ചായയോടൊപ്പം ബിസ്ക്കറ്റ് കഴിക്കാൻ ഇഷ്ടമായിരുന്നു. പിന്നെന്താണ് ഇഷ്ടമുണ്ടായിരുന്നത്, നീതുവിൻ്റെ കൂടെ കളിക്കല്ലേ. ഓർ മേരെ സാത്ത് ഖേൽന, മേരെ സാത്ത് ഖേൽന പറഞ്ഞാൽ നീതുവിൻ്റെ കൂടെ കളിക്കുക, എൻ്റെ കൂടെ കളിക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആരുടെ കൂടെയാണ്, നീതുവിൻ്റെ കൂടെ കളിക്കാൻ ഇഷ്ടമായിരുന്നു. പിന്നെന്താണ്, പങ്കേക്കെ നീച്ചെ സോന, ഫാനിൻ്റെ താഴെ ഉറങ്ങുക, അതിഷ്ടമുള്ള കാര്യമായിരുന്നു. ഓർ കിതാബ് പഠന, പുസ്തകം വായിക്കുക, അതാണ് നല്ല രസമുള്ള കാര്യം അല്ലേ, പുസ്തകം വായിക്കുക. പിന്നെയോ, പിന്നെ നീതു പുറത്തേക്ക് പോകുന്നത് ഇഷ്ടമാണോ, അല്ല. മേരെ ബാഹർ ജാന ബിൽക്കുൽ അച്ഛാ നഹി ലഗ്താ, ഞാൻ പുറത്തേക്ക് പോകുന്നത് അവന് തികച്ചും ഇഷ്ടമായിരുന്നില്ല. പിന്നെ എന്തായിരുന്നു ഇഷ്ടമുള്ള കാര്യം, ഹം ജബ് സാത്ത് ഹോത്തെ തോ ബഹുത്ത് ഖുശ് ഹോത്തെ, ഞങ്ങൾ ഒന്നിച്ചിരിക്കുന്നതാണ് അവന് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യം. നീതുവും പട്ടിക്കുഞ്ഞും ഒന്നിച്ചിരിക്കുന്നതാണ് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം അത്രയാണ് നമ്മുടെ ഈ ചാപ്റ്റർ വരുന്നത്. എന്തായിരുന്നു നമ്മളെ ചാപ്റ്ററിൻ്റെ പേരെന്തായിരുന്നു, നീതു ഓർ ടോമി. ടോമി ഓർ മാം, ടോമിയും ഞാനും എന്നാണ് അല്ലേ. അപ്പോൾ ഈ പട്ടിക്കുഞ്ഞിൻ്റെ പേരെന്താണ്, ടോമിയാണ് കേട്ടോ, ടോമിയാണ് പട്ടിക്കുഞ്ഞിൻ്റെ പേര്. ഈ കുട്ടിയുടെ പേരെന്താണ്, നീതു ആണ്, കുട്ടിയുടെ പേര് നീതു. അപ്പോൾ ഇത് രണ്ട് പേരുള്ളത് ആരൊക്കെയാണ്, നീതുവും ടോമിയും കേട്ടോ. ഓക്കെ, അപ്പോൾ ക്ലാസ് ഫുള്ളായിട്ട് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.